നമസ്കാരം. മുഖ്യമന്ത്രി ആരാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള DGP? പ്രതിപക്ഷത്തിന്റെ ആ ഒറ്റ ചോദ്യം പ്രതിരോധമില്ലാത്തവനാക്കി പിണറായി വിജയനെ. മുഖ്യമന്ത്രിക്ക് ഇതുപോലെ മുഖം നഷ്ടപ്പെട്ട ഒരു സന്ദർഭം നിയമസഭ കണ്ടത് ഇതാദ്യമാണ്. അടിയന്തര പ്രമേയവുമായി വന്ന ഉമ്മറിനെ പരിഹസിച്ച് പിന്നോട്ടടിക്കാനോങ്ങിയ പിണറായി അടിതെറ്റി വീണത് ചെന്നിത്തലയുടെ ആ വാൾത്തല ചോദ്യത്തിൽ. മുഖ്യമന്ത്രി ആരാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള DGP? 8 ദിവസമായി കോടതി വിധി വന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്തവരല്ല പ്രതിപക്ഷം. അതുകൊണ്ട് പരിശോധിച്ച ശേഷം നടപടിയെന്ന പതിവ് പല്ലവി ഇനി വേവില്ല. ഇരട്ടച്ചങ്കുള്ളവൻ എന്നൊക്കെ ഇഷ്ടക്കാർ പറയുന്ന മുഖ്യമന്ത്രിക്ക് DGPയുടെ പേര് പറയാൻ മുട്ടിടിക്കുന്നത് എന്തുകൊണ്ടാണ്? സെൻകുമാറിനെ കുറിച്ചുള്ള വാഗ്വിലാസം കണ്ട സഭയാണല്ലോ വിക്കിയുള്ള ഇന്നത്തെ വിമ്മിട്ടപ്പെടലും കണ്ടത്. അധിക്ഷേപിച്ച് മുന്നേറുന്നവർ അടിതെറ്റി വീഴുമെന്ന ഗുണപാഠമുണ്ട് ഈ സഭാ സമ്മേളനത്തിന്. ആ പാഠം ആദ്യം പഠിക്കേണ്ടത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെ. പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഇന്നും പറഞ്ഞു പോലീസിനെ നന്നാക്കേണ്ട പിണറായി വിജയൻ. കാരണം കേട്ടാൽ കണ്ണു തള്ളിപ്പോകും. UDF സർക്കാരിന്റെ ഹാങ് ഓവറാണ് പാടില്ലാത്ത കാര്യങ്ങൾ പോലീസ് ചെയ്യുന്നതിന് പിന്നിലെന്ന്. 11 മാസം കഴിഞ്ഞിട്ടും കെട്ടുവിട്ടിട്ടില്ലെങ്കിൽ കുറ്റം കണ്ടെത്തേണ്ടത് മുൻ സർക്കാരിന് മേലല്ല, സ്വന്തം കെൽപ്പുകേടിലാണ്. മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ കുറിച്ചുള്ള 113 ചോദ്യങ്ങളും ആവിയായി പോയെന്ന ആവലാതിയും പ്രതിപക്ഷം ഇന്ന് സ്പീക്കറെ അറിയിച്ചു. നക്ഷത്ര ചിഹ്നമിടാത്ത ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ നക്ഷത്രം എണ്ണേണ്ടി വരുമോ എന്ന ചിന്തയാണോ പിന്നിൽ? പരിശോധിക്കാമെന്ന് പറഞ്ഞ പിണറായി തന്നെ പ്രതിപക്ഷത്തോട് തുറന്നു പറയണം. കാക്കിയെ കൈകാര്യം ചെയ്യുന്നതിൽ കൈപൊള്ളിയില്ലേ മുഖ്യമന്ത്രിക്കെന്ന വിമർശനം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ചെന്നിത്തലയുടെ ചോദ്യത്തിന് മുന്നിൽ പിണറായി വിജയൻ അടിപതറിയില്ലേ? 2. DGPയുടെ പേര് പറയാൻ പിണറായി മടിക്കുന്നത് കോടതിയോടുള്ള പേടി കൊണ്ടോ? 3. കോടതി വിധി അംഗീകരിക്കുന്നെന്ന പിണറായിയുടെ മറുപടി ഏറ്റുമുട്ടലിനില്ലെന്ന സെൻകുമാറിനുള്ള സന്ദേശമോ? 4. പോലീസ് വീഴ്ചയ്ക്ക് കാരണം മുൻ സർക്കാരിന്റെ ഹാങ് ഓവർ എന്ന പിണറായിയുടെ പ്രതികരണം പിടിപ്പുകേട് മറയ്ക്കാനോ? 5. പോലീസ് മേധാവിയും വിജിലൻസ് മേധാവിയുമായി ഒരാൾ തന്നെ തുടരുന്നത് ആഭ്യന്തര വകുപ്പിലെ അരാജകത്വമോ? 6. സ്വന്തം വകുപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പിണറായി വിജയൻ ഒളിക്കുന്നതെന്ത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ ചൊവ്വാഴ്ചയിലെ പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സൈനികരുടെ മൃതദേഹം വികൃതമാക്കിയ പാക് സൈന്യത്തിൽ ഹിസ്ബുൾ ഭീകരരുമുണ്ടെന്ന് ഇന്ത്യ. കനത്ത തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ്. സൈന്യത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി കേന്ദ്ര സർക്കാർ. ഉചിത സമയത്ത് മറുപടി നൽകുമെന്ന് കരസേന ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് മാതൃഭൂമി ന്യൂസിനോട്. പോലീസിലെ വീഴ്ചകൾക്ക് കാരണം UDF കാലത്തെ ഹാങ് ഓവറാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. പോലീസിനെ കുറിച്ചുള്ള 113 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകാത്തതിൽ പ്രതിപക്ഷത്തിന് അതൃപ്തി. ആരോപണം ഗൗരവമുള്ളതെന്ന് സ്പീക്കർ. TP സെൻകുമാറിന്റെ നിയമനം നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി. KM മാണിക്കെതിരായ ബാർ കോഴക്കേസിൽ വിജിലൻസിന് കോടതിയുടെ അന്ത്യശാസനം. ഫോറൻസിക് പരിശോധനാ ഫലം 1 മാസത്തിനകം നൽകണം. IHRD ക്രമക്കേടിൽ KM എബ്രഹാമിനെതിരായ ദ്രുത പരിശോധന വൈകുന്നതിലും രൂക്ഷ വിമർശനം. ജേക്കബ് തോമസ് അവധി 1 മാസത്തേക്ക് കൂടി നീട്ടി. KSRTC മെക്കാനിക്കൽ ജീവനക്കാരിൽ ഒരു വിഭാഗം സമരം തുടരും. പുതിയ ഡ്യൂട്ടി ക്രമീകരണം അംഗീകരിക്കില്ലെന്ന് ജീവനക്കാർ. സമരം തുടർന്നാൽ കടുത്ത നടപടിയെന്ന് MD. മണിക്കെതിരെ UDF നിയമ നടപടിക്ക്. മണിക്കെതിരെ കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. മന്ത്രിയെ സഭയിൽ ബഹിഷ്കരിക്കുമെന്നും പ്രതിപക്ഷം. ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർമാർക്ക് അഴിമതി കേസിൽ തടവ് ശിക്ഷ. മരുന്ന് വാങ്ങിയതിലെ ക്രമക്കേടിൽ ഡോക്ടർമാരായ VK രാജനും K ശൈലജയ്ക്കും 5 വർഷം കഠിന തടവും 50 ലക്ഷം രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമി അയൽക്കാരായ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ. മത്സരം റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബെർണാബുവിൽ. അടിതെറ്റിയത് പിണറായിക്കോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് AM ആരിഫ് MLA, കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് MLA, BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 2 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.